ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇപ്പം കുറച്ചായിട്ട് എല്ലാ ദിവസവും ഇഫ്താർ റെസിപ്പി ഇടണമെന്ന് കരുതിയിട്ടേനു. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് വീണ്ടും പനി, ചെസ്റ്റ് പെയിൻ ഒക്കെ കൂടിയായിട്ട് എനിക്ക് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പം ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിന്ന് ഇറച്ചി കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി കുറച്ചൊന്ന് നല്ലോണം പേസ്റ്റ് അല്ല, എനിക്ക് അത്യാവശ്യം കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ട് അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടല്ല ഇട്ട് കൊടുക്കൽ, ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1.5 ഉള്ളിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഉള്ളി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് നല്ലോണം ഇറച്ചി കേക്കിലൊക്കെ ഇങ്ങനെ ഉള്ളിയായാലും ബീഫായാലും ചിക്കനോ എന്താണെങ്കിലും അത് കടിക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറച്ചി കേക്ക് ഒക്കെ ആകുമ്പം അത്യാവശ്യം നല്ലോണം എരിവൊക്കെ ഉള്ളതാണല്ലോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഈ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ഞാൻ ഇപ്പം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതിനും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ചിലരൊക്കെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യും കേട്ടോ. ഞാനതൊന്നും ആഡ് ചെയ്യില്ല. പിന്നെ ഓരോരുത്തരെ ഇഷ്ടമാണല്ലോ. അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ കുറേ പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലോണം എരിവ് വേണം എന്ന് എനിക്കുണ്ട്. കാരണം കേക്കൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് എരിവ് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് എരിവാകും. ഒരുപാട് എരിവൊന്നും ആവില്ല കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കുമ്പം കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് വേവിച്ച നമ്മുടെ ബീഫില്ലേ, ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ബീഫ് വേവിച്ചതായിരുന്നു. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഓവറായിട്ട് ക്രഷായി പോകണ്ട, ഇതിൻ്റെ ഇവിടെ അത്യാവശ്യം നല്ലോണം പേസ്റ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ ഈ മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആഡൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. മല്ലിപ്പൊടിയും അതേപോലെ മല്ലിയിലയും അതേപോലെ പുതിനയിലയും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് 4 മുട്ടയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. എനിക്കിവിടെ ആകെ 2 പേരേ ഉള്ളൂ കഴിക്കാൻ. അതന്നെ ഞാനിപ്പം കഴിക്കലൊക്കെ നല്ല കുറവാണ്. കാരണം എനിക്കെന്തോ ഭയങ്കര ചെസ്റ്റ് പെയിൻ, കഫ് എന്തോ നിറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. ഭയങ്കര ചെസ്റ്റ് പെയിനൊക്കെ ആയിട്ട് എനിക്ക് തിന്നാനേ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട്, അതായത് കട്ടൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ ബീഫിൻ്റെ, അത് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതന്നെ എനിക്ക് സത്യം പറഞ്ഞാലേ നല്ല ബാക്കിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ഇങ്ങനെ മുന്നിൽ കാണുമ്പോഴത്തേന് എനിക്കിങ്ങനെ ഓക്കാനിക്കാൻ വരും. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ കഫം ഒരുപാട് നിറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. ഭയങ്കര ചെസ്റ്റ് പെയിനും ഒക്കെ ആയിട്ട് എനിക്ക് തിന്നാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ചുണ്ടാക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ ഏറ്റവും ചെറിയ പാനിൽ ഒരു ചെറിയ പാനിലാട്ട് ഉണ്ടാക്കൽ. അതന്നെ എനിക്ക് ബാക്കിയായിരുന്നു. അങ്ങനെ ഞാനിതാ ഇത് ഈ മുട്ടയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും ഈ മുട്ട ഉണ്ടല്ലോ അതൊന്ന് എത്തുന്ന രീതിക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ മൈദ അങ്ങനെ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ താല്പര്യമില്ല എങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മുട്ട അല്ലെങ്കിൽ 1-2 മുട്ടയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ കൂടുതലായിട്ട് കിട്ടുമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മൈദ ആഡ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ ആഡ് ചെയ്യണ്ട.
എന്നിട്ട് ഞാനിത് ഒരു പാനിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് പാനിലൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അതൊന്നായിട്ട് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതവിടെ ആയോണ്ട് നിൽക്കുന്ന ടൈം കൊണ്ട് ഞാനിവിടെ അതായത് മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതായത് സിമ്പിളായിട്ട് ഞാൻ തേങ്ങ ഒന്നും ആഡ് ചെയ്യാണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3/4 കപ്പ് നമ്മുടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ബജി ആണെങ്കിലും അത്യാവശ്യം കുറച്ച് എരിവിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ഒരു പിടി മല്ലിയിലയും കൂടി പിന്നെ ഒരു 2-3 അല്ലി നമ്മുടെ ഈ പുതിന ഇലയും കൂടെ ഇല്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുതിന ഇല നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഞാൻ അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കല്ലേനു കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ കൂടുതലായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പുതിന ഇല അങ്ങനെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കലില്ല. നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് അങ്ങനെ ലൂസും ആവണ്ട, എന്നാൽ കൂടുതലായിട്ട് അങ്ങനെ ടൈറ്റ് വേണ്ട. അത്യാവശ്യം കുറച്ച് ടൈറ്റിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും അങ്ങനെ കൂടുതലായിട്ട് ലൂസ് ആവേണ്ട ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ നമ്മുടെ ഈ മാവ് എന്നിട്ട് അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മുട്ടനെ 4 പീസാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ 4 പീസൊന്നും ആക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ 2 പീസിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ തേങ്ങൻ്റെ ഫില്ലിംഗ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു മുട്ടനെ 4 പീസാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് 2 പീസാക്കിയാൽ മതി എങ്കിൽ 2 പീസാക്കിയാൽ മതി. അതൊക്കെ ഓരോരുത്തരെ ഇറ്റ് ഡിപ്പെൻസ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മാവുണ്ടല്ലോ അത് ഞാൻ അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാവുമ്പം അത്യാവശ്യം നല്ലോണം പൊന്തി വരും. അതായത് നമ്മുടെ അപ്പക്കാരം ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലോണം പൊന്തി വരും. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ മുട്ട ഉണ്ടല്ലോ അത് ഈ മിക്സ്ചറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, കാരണം വീഡിയോ ഒരുപാട് ലാഗായി പോകണ്ട വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഞാനിതാ ഒരു 5:15 ആയപ്പോഴത്തേന് തന്നെ ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു ടൈം എത്തിയല്ലോ. അപ്പം പിന്നെ ടേബിൾ സെറ്റിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ തന്നെ കാരക്ക ഉണ്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ ഇറച്ചി കേക്കും അതേപോലെ നമ്മുടെ മുട്ട ബജിയും കൂടി ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിതാ 2 ജ്യൂസ് ഗ്ലാസ് വെക്കുന്നുണ്ട്. ഞാൻ പറയില്ല ഇവിടെ ആകെ 2 ആളേ ഉള്ളൂ, അതുകൊണ്ട് 2 ജ്യൂസ് ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നല്ലേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വത്തക്കയും അതേപോലെ പാലും കൂടി ആഡ് ചെയ്തിട്ട് അതിനോട്ടോ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ ഇങ്ങനെ വത്തക്കയിലൊക്കെ അത്യാവശ്യം പാലൊഴിച്ചിട്ട് അടിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ വത്തക്കായാലും ശരി അതേപോലെ മാങ്ങ ആയാലും ശരി എല്ലാത്തിലും അധികം ഞാൻ പാൽ ആഡ് ചെയ്യലുണ്ട്. എനിക്ക് പാൽ ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനെ ജ്യൂസിലൊക്കെ എനിക്ക് പാൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇവിടെ മുറിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വത്തക്കയും അതേപോലെ ഓറഞ്ചും പിന്നെ ഗ്രീൻ ആപ്പിളും എന്നിട്ടോ ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ ഇഫ്താർ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യണേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.